അപ്പോൾ കാവ്യ നിന്റെ മുറപ്പെണ്ണാണോ? അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് മധുകർ ചോദിച്ചു. അയാൾക്ക് 2 കുട്ടികളുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഡാഡി ഡൽഹിയിലായതുകൊണ്ടും ആ ശേഖർ അമ്മയെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടും ഞങ്ങൾ ഒരിക്കലും അയാളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, ദേവ് പറഞ്ഞു. പക്ഷേ കാവ്യ കാരണമാണ് അമ്മ ഇങ്ങനെ കിടപ്പിലായെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാ? മധുകർ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് ദേവിൻ്റെ അച്ഛൻ ജനാർദ്ദൻ അങ്ങോട്ട് കടന്നു വന്നത്. അവരെ 2 പേരെയും നോക്കി അദ്ദേഹം തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദേവ് ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ആ പഴയ കാലത്തെക്കുറിച്ച് എന്നോടൊന്ന് പറയൂ പ്ലീസ്, ദേവ് അപേക്ഷിച്ചു. അതറിഞ്ഞാൽ വേദന മാത്രമേ ബാക്കിയാവൂ ദേവ, അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പറയാതിരിക്കുന്നത്, ജനാർദ്ദൻ പറഞ്ഞു. എങ്കിലും അച്ഛാ, എപ്പോഴെങ്കിലും ഇത് അറിയേണ്ടതല്ലേ എന്ന് ചോദിച്ച ദേവിൻ്റെ തോളിൽ തട്ടി ഇരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം 30 വർഷം പുറകിലേക്ക് പോയി നടന്ന കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ഗായത്രി കളമശ്ശേരിയിലെ ഒരു കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. രേഷ്മയാണ് അവളുടെ ജീവസുഹൃത്ത്. ഗായത്രിയുടെ അച്ഛൻ വേലായുധനും അമ്മ സുഭദ്രയുമാണ്. അവർക്ക് ശേഖർ, ഗായത്രി, രേണുക എന്നിങ്ങനെ 3 മക്കളാണ്. ശേഖറാണ് എല്ലാവരും മൂത്തയാൾ. ഗായത്രിക്കും രേഷ്മയ്ക്കും സംഗീതം എന്നാൽ ജീവനായിരുന്നു. എവിടെ പാട്ട് കച്ചേരികൾ നടന്നാലും കോളേജ് കട്ട് ചെയ്തു പോലും അവർ അവിടെ പങ്കുചേരുമായിരുന്നു. അങ്ങനെയിരിക്കെ പ്രമുഖ വ്യവസായിയായ വിശ്വനാഥൻ്റെ മകനെ മുഖ്യ അതിഥിയായി ക്ഷണിച്ച ഒരു ചടങ്ങിൽ വെച്ച് ജനാർദ്ദൻ്റെ കൈകളിൽ നിന്നും 1ാം സമ്മാനം സ്വീകരിക്കുമ്പോഴാണ് 20 വയസ്സുകാരിയായ ഗായത്രിയെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ജനാർദ്ദൻ്റെ മനസ്സ് അവൾ ഉടക്കി. ഗായത്രിയെ അദ്ദേഹം തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അവൾ കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അദ്ദേഹം അവളെ പിന്തുടരുമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം ധൈര്യം സംഭരിച്ച് ഗായത്രിയോട് സംസാരിച്ചു. ഒരിക്കൽ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിന് കോളേജിന് പുറത്ത് കാത്തു നിൽക്കുന്ന ജനാർദ്ദൻ്റെ അടുത്തേക്ക് ഗായത്രി പുഞ്ചിരിയോടെ നടന്നു ചെന്നു. അദ്ദേഹം അവൾക്കായി കാറിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. അവൾ കയറിയതും അദ്ദേഹം കാർ നേരെ നഗരത്തിന് പുറത്തുള്ള തൻ്റെ തോട്ടത്തിലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഓടിച്ചുപോയി. എൻ്റെ കോളേജ് കഴിയുന്ന സമയത്തിന് എനിക്ക് തിരിച്ചു പോകണം കേട്ടോ, ഗായത്രി അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. അദ്ദേഹം അവളെ വീടിനുള്ളിലേക്ക് കൂട്ടിയിരുത്തി സോഫയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇന്ന് എൻ്റെ ജന്മദിനമാണ്, നിനക്കൊപ്പം അല്പം സമയം ചിലവഴിക്കാമെന്ന് തോന്നി. ഇനിയിപ്പോൾ പോയാൽ അടുത്ത 4 മാസത്തേക്ക് എനിക്ക് ഈ നാട്ടിലേക്ക് വരാൻ കഴിയില്ല. അതെന്താ, 4 മാസത്തേക്ക് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. 4 മാസം നിങ്ങളെ കാണാതെ ഇരിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഈ 4 മാസത്തിനുള്ളിൽ നിൻ്റെ പരീക്ഷകളെല്ലാം കഴിയുമല്ലോ. ഞാൻ തിരിച്ചു വന്നാൽ ഉടൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ച് നമുക്ക് നിശ്ചയം നടത്താം, ജനാർദ്ദൻ അവൾക്ക് ഉറപ്പ് നൽകി. നമ്മുടെ ജാതികൾ തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് വീട്ടിൽ സമ്മതിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, ഗായത്രി തൻ്റെ ആശങ്ക പങ്കുവച്ചു. പേടിക്കണ്ട, നിൻ്റെ വീട്ടുകാർ സമ്മതിച്ചാൽ നല്ലത്. ഇനി അവർ എതിർത്താലും സാരമില്ല, എൻ്റെ വീട്ടിൽ നമ്മുടെ വിവാഹത്തിന് യാതൊരു തടസ്സവുമില്ല, നീ ധൈര്യമായിരിക്കൂ, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ശരി, എൻ്റെ ജന്മദിന സമ്മാനം ഇവിടെ? അദ്ദേഹം പുഞ്ചിരിയോട് ചോദിച്ചു. ഇത് നിനക്കായി പ്രത്യേകം ചെയ്യിപ്പിച്ചതാണ് ഗായത്രി, ഈ ലോക്കറ്റ് ഒന്ന് തുറക്കൂ. അദ്ദേഹം ഒരു സമ്മാനം അവൾക്ക് നീട്ടി. അവൾ അത് തുറന്നപ്പോൾ അതിൽ അവളുടെയും അദ്ദേഹത്തിൻ്റെയും ചിത്രങ്ങളുള്ളതായി കണ്ടു. വളരെ മനോഹരമായിരിക്കുന്നു, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ജനാർദ്ദൻ ആ മാല അവളുടെ കഴുത്തിൽ അണിയിച്ചു. ഇത് കണ്ടാൽ വീട്ടിൽ വലിയ വഴക്കാവും, അവൾ ആശങ്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും നീളം നൽകിയത്. ഇത് നിനക്ക് വസ്ത്രത്തിനുള്ളിൽ മറച്ചു വെക്കാം. ഞാൻ ദൂരെയുള്ള 4 മാസങ്ങൾ ഇത് എൻ്റെ ഓർമ്മക്കായി കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ അയൽവാസി ബിജുവിൻ്റെ വീട്ടിലുള്ള ലാൻഡ് ഫോണിലേക്ക് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കാം, അദ്ദേഹം പറഞ്ഞു. ആവേശത്തിൻ്റെ നിമിഷങ്ങൾക്കൊടുവിൽ ഗായത്രിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഭയത്തോടെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങുന്ന ഗായത്രിയെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. ഗായത്രി, നീ കരയരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ കണ്ണിൽ കണ്ണുനീർ വരാൻ പാടില്ല. നീ എൻ്റെ ജീവനാണ്. നിനക്കത്രയും ഭയമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിക്കാം. നമുക്ക് പോയാലോ? അദ്ദേഹം ആർദ്രമായി ചോദിച്ചു. വേണ്ട, എൻ്റെ വിവാഹം ഗംഭീരമായി നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ദുബായിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം, അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് അവൾ പറഞ്ഞു.